Good afternoon. Good afternoon, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് കംപ്ലീറ്റ് ആയില്ലല്ലോ. റിവ്യൂവിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയില്ലേ? റിവ്യൂവിംഗിലെ സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. റിവ്യൂവിംഗ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. നെക്സ്റ്റ് ആക്ഷൻ അല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ആക്ഷൻ അല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഓക്കെ ശരി. ഓക്കെ, നമ്മള് നാലാമത്തെ സ്റ്റേജ് ആണ്, സ്റ്റെപ്പാണ് ആക്ഷൻ. അപ്പൊ ആക്ഷനിലെ രണ്ട് സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ രണ്ട് സ്റ്റേജസ് ആണ് പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഫസ്റ്റ് വൺ ആണ് റിവാർഡ് ആൻഡ് റെക്കഗ്നിഷൻ. എന്താണ് റിവാർഡുകളും അതുപോലെ തന്നെ അംഗീകാരങ്ങളും. The final step of the performance management process is the reward and recognition. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഫൈനൽ സ്റ്റെപ്പ് ആണ് റിവാർഡ് ആൻഡ് റെക്കഗ്നിഷൻ, അല്ലെങ്കിൽ അവർക്ക് റിവാർഡുകൾ കൊടുക്കുക, അംഗീകാരങ്ങൾ നൽകുക എന്നുള്ളത് അല്ലെ. ഇപ്പൊ ഇത് ഏതൊരു എംപ്ലോയിയും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ശരിയല്ലേ? നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്താൽ നമുക്ക് അതിനനുസരിച്ചൊരു റിവാർഡുകൾ കൊടുക്കാം, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അംഗീകാരം ലഭിക്കുക എന്നത് ഏതൊരു എംപ്ലോയിയും അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെ അത് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുന്നതുകൊണ്ട് അത്രയും നാളത്തെ ആ ഒരു വർഷത്തെ അവരുടെ പെർഫോമൻസിനെ വിലയിരുത്തുമ്പോ അവര് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? റിവാർഡ് അല്ലെങ്കിൽ അംഗീകാരങ്ങൾ നൽകുന്നു. അപ്പൊ അതുകൊണ്ടാണ് അത് ഫൈനൽ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പറയുന്നത്. Then this step is absolutely key. The employees will stay unmotivated if they are not given a reason to be. അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. കാരണം നമ്മൾ ഈ ഒരു റിവാർഡ്, അതാണ് ഇവിടെ നോട്ട് ഗിവൺ എ റീസൺ ടു ബി, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അവർക്കൊരു അംഗീകാരങ്ങളോ അല്ലെങ്കിൽ റിവാർഡുകളോ കൊടുക്കാതെ വരുമ്പോ ആ എംപ്ലോയീസ് എപ്പോഴും അൺമോട്ടിവേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രചോദനമില്ലാതെ തന്നെ തുടരുന്നു. അപ്പൊ എപ്പോഴും ഒരു എംപ്ലോയീസ് നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അവർക്ക് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻസ് കൊടുക്കണം, പ്രചോദനങ്ങൾ കൊടുക്കണം. അതിപ്പോ എല്ലാ രീതിയിലും ഒരു വലിയ രീതിയിലുള്ള ഒരു അംഗീകാരങ്ങൾ നൽകിക്കൊണ്ടാവാം, അല്ലെങ്കിൽ പല രീതിയിലുള്ള റിവാർഡുകൾ നൽകിക്കൊണ്ടാവാം. അപ്പൊ അവർ ഏതൊരു രീതിയിലും അവരുടെ പെർഫോമൻസ് അവർ മികച്ചതാക്കി കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു അംഗീകാരം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ അംഗീകാരം അല്ലെങ്കിൽ ആ റിവാർഡ് കൊടുക്കുമ്പോഴാണ് അവർ അതിൽ മോട്ടിവേറ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ പ്രചോദനം അവർക്ക് ലഭിക്കുന്നതും ആ പ്രചോദനത്തിന്റെ ബേസിസിലാണ് അവർ പിന്നീട് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പറയേണ്ടി വരും. And this does not necessarily have to be monetary, although it likely will include monetary compensation. ഇത് നമുക്ക് പണപരമായിട്ടുള്ള കാര്യങ്ങളാവണം എന്നില്ല. ഇപ്പൊ നമുക്കൊരു റിവാർഡ് കൊടുക്കും അത് പണമായിട്ട് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു റിവാർഡ് കൊടുക്കണം എന്നൊന്നുമില്ല. എന്നാൽ പോലും ഇറ്റ് ലൈക്ലി വിൽ ഇംപ്രൂവ് മോണിറ്ററി കോമ്പൻസേഷൻ. അവർക്ക് കൊടുക്കുന്നതിൽ അങ്ങനെയുള്ള പണപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇങ്ങനെ വരുന്നത് അത് അങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല കേട്ടോ. മറ്റു റിവാർഡുകൾ എന്തൊക്കെ കൊടുക്കാം നമുക്ക്? അതർ റിവാർഡ്സ് ദാറ്റ് കുഡ് ബി ഗിവൺ ആർ ന്യൂ പ്രൊജക്ട്. അപ്പൊ നന്നായിട്ട് ഒരു വ്യക്തി നല്ല രീതിയിൽ പെർഫോം ചെയ്തു, അപ്പൊ അങ്ങനെയാണ് അവർക്ക് എന്ത് ചെയ്യുന്നു? പുതിയ പ്രൊജക്ടുകൾ കൊടുക്കുന്നു അല്ലെ. പുതിയ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി, കുറച്ചും കൂടി നല്ല ഉത്തരവാദിത്തങ്ങളുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നു. അപ്പൊ പുതിയ പുതിയ പ്രൊജക്ടുകളുടെ ലീഡർഷിപ്പ് അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി അവർക്ക് കൊടുക്കാണ്. അപ്പൊ അവരുടെ ഫീലിംഗ് എന്തായിരിക്കും അവരുടെ ഫീല്? ഞാനത് നന്നായിട്ട്, അതായത് മുൻപത്തെ എനിക്ക് തന്ന ടാസ്ക് ഞാൻ നന്നായിട്ട് പൂർത്തിയാക്കിയത് കൊണ്ടാണ് എനിക്ക് പുതിയ പ്രൊജക്ട് അവർ തരുന്നത് അല്ലെ. ഇപ്പൊ എന്നോടുള്ള ആ ഒരു വിശ്വാസം അവർക്കുള്ളത് കൊണ്ടാണല്ലോ എനിക്ക് പുതിയൊരു പ്രൊജക്ട്, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ എനിക്ക് ആ ഒരു പുതിയ പ്രൊജക്ട് തരുന്നത് അല്ലെ. അതായിരിക്കില്ല അവർ എംപ്ലോയിക്ക് ഫീൽ ചെയ്യുക ഇല്ലേ? നമുക്കാണെങ്കിൽ അങ്ങനെയല്ലേ ഫീൽ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ആ ഒരു പുതിയ പ്രൊജക്ട് അവർക്ക് കൊടുക്കുമ്പോൾ അവര് മുൻപ് ചെയ്തതിനേക്കാൾ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ കമ്പനീസ് വൈഡ് റെക്കഗ്നിഷൻ, ആ കമ്പനി എന്ത് ചെയ്യുന്നു? വലിയ രീതിയിലുള്ള ഒരു അംഗീകാരം അവർക്ക് നൽകുന്നു.
ഇപ്പൊ നമ്മൾ കണ്ടു കാണും ഇപ്പൊ ആനുവൽ മീറ്റിംഗ്സിലൊക്കെ അവരുടെ വലിയ എല്ലാവരും ഉൾപ്പെടുന്ന മാനേജേഴ്സും അവരുടെ MDs-ഉം അവർ കമ്പനിയുടെ എല്ലാ തരത്തിലുമുള്ള ആളുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫംഗ്ഷനിൽ വെച്ച് അവരെ എന്ത് ചെയ്യുന്നു, അംഗീകരിക്കുന്നു അല്ലെ. അവാർഡുകളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ. ആനുവലി നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ബെസ്റ്റ് പെർഫോമേഴ്സിന് ഇല്ലേ കൊടുക്കാറല്ലേ. അപ്പൊ അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള ഒരു അംഗീകാരം അവർക്ക് കൊടുക്കുക, അത് അവർക്കൊരു എന്താണ് റിവാർഡ് അല്ലെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ നൽകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ടൈം ഓഫ്. എന്താണ് ടൈം ഓഫ് എന്ന് പറയുന്നത്? അവർക്ക് ആവശ്യമായ ലീവുകളൊക്കെ അവധികൾ കൊടുക്കുക. അപ്പൊ അവർ ഇത്രയും നാൾ നന്നായിട്ട് പെർഫോം ചെയ്തതാണ്, അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ദിവസം നിങ്ങൾക്ക് ഞങ്ങൾ എന്താണ് അവധി കൊടുക്കുക എന്ന് പറയുന്നത് അവിടെ പേയ്മെന്റ് ഇല്ലാതെയുള്ള അവധിയല്ല കേട്ടോ, പേയ്മെന്റോട് കൂടിയുള്ള അവധികളൊക്കെ അവർക്ക് കൊടുക്കുക. അപ്പൊ അവർക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു റിലീഫും കിട്ടും. അതിനനുസരിച്ച് അത് കുറച്ചും കൂടി നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് പിന്നെ അവർ വരുന്ന ദിവസങ്ങളിൽ പെർഫോം ചെയ്യുകയും ചെയ്യും. ഒരു ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കുള്ള നേതൃത്വത്തിനുള്ള ലീഡർഷിപ്പിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ അവർക്ക് നൽകുക. അപ്പൊ സാധാരണ ഒരു എംപ്ലോയി ആയിരിക്കും, അവരുടെ പെർഫോമൻസ് ലെവൽ അവർ മികച്ചതാക്കി ചെയ്തത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്തു, നമ്മള് പുതിയ പ്രൊജക്ടുകൾ അവർക്ക് നൽകുന്നു, അല്ലെങ്കിൽ പുതിയ കമ്പനിയുടെ ഒരു വലിയ രീതിയിലുള്ള അംഗീകാരം അവർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള പെയ്ഡ് ആയിട്ടുള്ള തന്നെയുള്ള അവധികൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് മറ്റെന്തെങ്കിലും പ്രൊജക്ടുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളുടെ നേതൃത്വത്തിനുള്ള അവസരങ്ങളും കൊടുക്കുന്നു. അപ്പൊ അത് പണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടാം, അല്ലാത്തവയാവും കേട്ടോ. രണ്ടും ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി സന്തോഷമായിരിക്കും അല്ലെ. അപ്പൊ അവിടെ പണപരമായിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നില്ല, നിർബന്ധമില്ല എങ്കിൽ പോലും അതും കൂടി ഉൾപ്പെടുകയാണെങ്കിൽ കുറച്ചും കൂടി മികച്ചതായിരിക്കും. ഇപ്പൊ ചില കമ്പനികളൊക്കെ പറയാറുണ്ട് അവർക്ക് ഇത്ര ശതമാനം ലാഭം വന്നു കഴിഞ്ഞാൽ അതിൽ ഇത്ര പെർസെന്റേജ് ഇത്ര പ്രോഫിറ്റ് അവരുടെ എംപ്ലോയീസിന് കൊടുക്കാറുണ്ട് അല്ലെ. കൊടുക്കാറില്ലേ? വർഷത്തിൽ അവർക്ക് ഇത്ര രീതിയിലുള്ള ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഇത്ര പെർസെന്റേജ് അവരുടെ എംപ്ലോയീസിന് കൊടുക്കും. കാരണം അവരാണല്ലോ വർക്ക് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്ന ആളുകൾ അവരാണല്ലോ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, ഇത്ര ശതമാനം ഇത്ര പെർസെന്റേജ് അവർ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ പ്രോഫിറ്റ് അവർക്ക് ആ ഒരു വർഷം കിട്ടുകയാണെങ്കിൽ അതിൽ ഇത്ര പെർസെന്റേജ് അവരുടെ എംപ്ലോയീസിനെ കൊടുക്കാം. കേട്ടിട്ടുണ്ടോ അത്? ഇത്ര പെർസെന്റേജ് അവരുടെ എംപ്ലോയീസിന് കൊടുക്കുക. എല്ലാ കമ്പനീസിലും ഇല്ല, എന്നാലും ചില കമ്പനികളിലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ. അപ്പൊ അങ്ങനെയാവുമ്പോൾ അവർക്കും കുറച്ചും കൂടി താല്പര്യം ഉണ്ടാവും അല്ലെ. ആ ലാഭം കൂട്ടാൻ വേണ്ടി അവർ നോക്കുകയുള്ളൂ. ആ കമ്പനിയുടെ ലാഭം ഏറ്റവും നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ ആ എംപ്ലോയീസ് ശ്രമിക്കുക അല്ലെ. കാരണം എന്താ, അതിനൊരു ഭാഗം അല്ലെങ്കിൽ ഒരു വിഹിതം ഇവർക്കും കിട്ടും. ശരിയല്ലേ? ഇപ്പൊ ബോണസ് പോലെ ഇപ്പൊ 6 മാസം കൂടുമ്പോഴോ ഇപ്പൊ എന്താണ് എന്തെങ്കിലും ഒരു 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു വിശേഷ ദിവസങ്ങൾ വരുമ്പോ ഡേയ്സ് ഒക്കെ വരുമ്പോ അവരെന്ത് ചെയ്യും, ഇത്ര മാസത്തെ ശമ്പളം അവരെ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. ചില കമ്പനീസ് കൊടുക്കാറുണ്ട് കേട്ടോ. അത് അവരുടെ എംപ്ലോയീസിനെ കുറച്ചും കൂടി മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാനും അവർ നന്നായിട്ട് പിന്നീട് അവർ ആ കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനും വേണ്ടി. അപ്പൊ അതിനനുസരിച്ച് അവർ വർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ആ ഒരു ലാഭം ആ ഒരു കമ്പനിക്ക് ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ആ കമ്പനിയുടെ ലക്ഷ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് തുക അവർ എന്ത് ചെയ്യും, ആ ഒരു പ്രോഫിറ്റിൽ നിന്ന് ഇവർക്കും കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസിനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരതിനനുസരിച്ച് നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇവിടെ റിവാർഡ് ആൻഡ് റെക്കഗ്നിഷൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് റിവാർഡ് ആൻഡ് റെക്കഗ്നിഷൻ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ്. പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഫൈനൽ സ്റ്റെപ്പാണ് റിവാർഡും അതുപോലെ തന്നെ റെക്കഗ്നിഷൻ. അവർക്ക് നല്ല രീതിയിലുള്ള അംഗീകാരങ്ങളും കൊടുക്കാറുള്ളത്. അപ്പൊ അതിൽ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ്. കാരണം ഇവിടെ എംപ്ലോയീസിന് നമ്മൾ നല്ല രീതിയിൽ റിവാർഡുകളോ അല്ലെങ്കിൽ അംഗീകാരങ്ങളോ നൽകിയില്ല എങ്കിൽ ആ എംപ്ലോയീസ് അൺമോട്ടിവേറ്റഡ് ആയിട്ട് തുടരും, അല്ലെങ്കിൽ പ്രചോദനമില്ലാതെ തുടരുകയും അവർക്ക് നല്ല രീതിയിൽ പിന്നീട് പെർഫോം ചെയ്യാനായിട്ട് ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ താല്പര്യമോ ഇല്ലാതെ അവരുടെ പെർഫോമൻസ് വളരെ സ്ലോ ആയിക്കൊണ്ടിരിക്കും. അതിന് പകരം നമ്മൾ അവർക്ക് എന്ത് ചെയ്യുക, പണപരമായിട്ടുള്ള കാര്യങ്ങളാവാം അല്ലാത്തതായിട്ടുള്ള, പണപരമായിട്ടുള്ളത് വേണം നിർബന്ധമില്ല, അത് ഉൾപ്പെടുത്തിയാൽ കുറച്ചും കൂടി നല്ലത്. അല്ലാത്ത രീതിയിലുള്ളതായിക്കോട്ടെ റിവാർഡുകളോ അല്ലെങ്കിൽ അംഗീകാരങ്ങളോ ഒക്കെ അവർക്ക് നൽകുക. അപ്പൊ അതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പുതിയ പുതിയ പ്രൊജക്ടുകൾ അവർക്ക് നൽകുക, അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു അംഗീകാരങ്ങൾ നൽകുക, അതുപോലെ തന്നെ അവധികൾ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ലീഡർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങൾ നൽകുക. വേഗം ഒന്ന് വായിച്ചു നോക്കി റിവാർഡ് ആൻഡ് റെക്കഗ്നിഷൻ.
എന്താണ് ഖദീജ പറയുന്നേ? ക്ലിയർ ആവില്ലേ മിസ് പറഞ്ഞിട്ട്? കേട്ടില്ലായിരുന്നോ? ഓക്കെ, ഒരു വായിച്ച് ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞുതരാം കേട്ടാ. ഓക്കെ, ഒന്നുകൂടി കേൾക്കുക, ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കാം കേട്ടാ. ആക്ഷൻ ഫസ്റ്റ് വൺ ആണ് റിവാർഡ് ആൻഡ് റെക്കഗ്നിഷൻ. റിവാർഡ് ആൻഡ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഫൈനൽ സ്റ്റെപ്പാണ്, അവസാനത്തെ സ്റ്റെപ്പാണ്. അതില് നമ്മൾ അവിടുത്തെ എംപ്ലോയീസിന് റിവാർഡുകളോ അല്ലെങ്കിൽ അംഗീകാരങ്ങളോ നൽകുകയാണ് ചെയ്യുന്നത്. അതിൽ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. കാരണം ഇവിടെ എംപ്ലോയീസിന് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻസ് നൽകണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു പ്രചോദനം നൽകണമെങ്കിൽ നമ്മൾ അവർക്ക് റിവാർഡോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അംഗീകാരങ്ങളോ നൽകിയിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ അങ്ങനെ ഒരു റിവാർഡോ അല്ലെങ്കിൽ അംഗീകാരങ്ങളോ നൽകിയില്ല എങ്കിൽ ആ എംപ്ലോയീസ് എന്ത് ചെയ്യും? അൺമോട്ടിവേറ്റഡ് ആയിട്ട് തുടരും, അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രചോദനമൊന്നും ഇല്ലാതെ അവരുടെ പെർഫോമൻസ് വളരെ സ്ലോ ആയിട്ട് കുറഞ്ഞു വരും. അതിന് പകരം നമ്മൾ അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള റിവാർഡുകളോ അല്ലെങ്കിൽ അംഗീകാരങ്ങളോ ഒക്കെ നൽകുക. അപ്പൊ ഇവിടെ നമുക്ക് പണപരമായിട്ട് മോണിറ്ററി ആയിട്ടുള്ള പണപരമായിട്ടുള്ള റിവാർഡുകൾ അല്ലെങ്കിൽ അംഗീകാരങ്ങൾ കൊടുക്കാം. അത് വേണമെന്ന് നിർബന്ധമില്ല, അത് ഉൾപ്പെടുത്തിയാൽ കുറച്ചും കൂടി നല്ലതാണ്. അതല്ലാതെ അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള റിവാർഡുകൾ കൊടുക്കാം? പുതിയ പ്രൊജക്ടുകളിൽ അവരെ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ പുതിയ പ്രൊജക്ടുകൾ അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ ചെയ്യാനായിട്ട് അവർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ കമ്പനിയുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു അംഗീകാരങ്ങൾ അവർക്ക് നൽകാം. അതുപോലെ ടൈം ഓഫ്, അവർക്ക് കൃത്യമായിട്ടുള്ള നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് പെയ്ഡ് ആയിട്ടുള്ള അവധികൾ നൽകാം. അതുപോലെ ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, എന്തെങ്കിലും കാര്യങ്ങളിൽ ലീഡർഷിപ്പോടുകൂടി നല്ല നേതൃത്വത്തോടുകൂടി ചെയ്യാനായിട്ടുള്ള അവസരങ്ങളും അവർക്ക് നൽകുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ എംപ്ലോയിക്ക് എന്ത് ഫീൽ ചെയ്യുന്നു? നല്ല മോട്ടിവേറ്റഡ് ആവാനായിട്ട്, അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ പ്രചോദനം ലഭിക്കാനായിട്ട് സാധിക്കുകയും അവർ മുൻപ് പെർഫോം ചെയ്തതിൽ നിന്നും കുറച്ചും കൂടി നല്ല രീതിയിൽ ഹയർ ആയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് അതവരെ സഹായിക്കുകയും ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ, then second step ആണ് setting the stage for next year's performance management cycle. അപ്പൊ നെക്സ്റ്റ് ഇയറിലുള്ള വരുന്ന വർഷത്തെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന വർഷത്തെ പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിളിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. അത് ഒരു വർഷത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കി റിവ്യൂ ചെയ്തു. അതിനുശേഷം ആ ഒരു വർഷത്തെ അവിടുത്തെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് അനുസരിച്ച് അവർക്ക് കൊടുത്തു, നമ്മൾ റിവാർഡും റെക്കഗ്നിഷനും ഒക്കെ കൊടുത്തു അല്ലെ. ഇനി അതിനുശേഷം ഇനി അടുത്തൊരു സൈക്കിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സെറ്റിംഗ്സ് നമ്മൾ അതാണ് അടുത്തതായിട്ട് നോക്കുന്നത്. The end of the performance management cycle offers management and employees a final chance to offer feedback on the process as a whole and seek thoughts and feedback for the planning stage for the upcoming year cycle. ഇവിടെ ഇത് എൻഡ് ഓഫ് ദ പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിൾ. ഇപ്പൊ ഒരു വർഷത്തെ ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിളിന്റെ അവസാനത്തില് ഓഫേഴ്സ് മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ് അവര് എന്ത് ചെയ്യുന്നു? ഒരു ഓഫർ കൊടുക്കുന്നത്. ഇത് ലാസ്റ്റ് എന്താണെങ്കിൽ പോലും മാനേജ്മെന്റിനും അവരുടെ എംപ്ലോയീസിനും ഒരു ഫൈനൽ ചാൻസ് കൊടുക്കുകയാണ്. അതായത് ആ ഒരു വർഷത്തെ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിനെ കുറിച്ച് മൊത്തത്തില് ഹോളായിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് കൊടുക്കാനുണ്ടോ, എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് കൊടുക്കണമെങ്കിൽ അവർക്ക് നൽകാവുന്നതാണ്. അപ്പൊ ലാസ്റ്റ് ഒരു ചാൻസ് ആണ് കേട്ടോ, ഫൈനൽ ചാൻസ് കൊടുക്കാണ് ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട്. അങ്ങനെ ആ ഒരു ഫീഡ്ബാക്ക് എടുത്ത് ഓൺ ദ പ്രോസസ് ആസ് എ ഹോൾ, മൊത്തത്തില് ആ ഒരു പ്രക്രിയ മൊത്തത്തിൽ ആ ഒരു വർഷത്തെ എങ്ങനെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് മാനേജ്മെന്റിനോ എംപ്ലോയീസിനോ ഇനി എന്തെങ്കിലും ഫീഡ്ബാക്കുകൾ നൽകണമെങ്കിൽ അത് ഈ ഒരു അവസരത്തിൽ അവർക്ക് നൽകാം. And seek thoughts as feedback for the planning stage of the upcoming year cycle. അതുപോലെ തന്നെ ഇനി വരുന്ന വർഷത്തിലെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആ ഒരു സൈക്കിളുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട് എന്തെങ്കിലും ചിന്തകളോ അല്ലെങ്കിൽ ഫീഡ്ബാക്കുകളോ ആ ഒരു പ്ലാനിങ് സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ട് നൽകണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ നെക്സ്റ്റ് ഇയേഴ്സ് പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിള് എൻഡ് ആവും അല്ലെങ്കിൽ അത് പൂർത്തിയാക്കുന്ന ഒരു വർഷത്തെ നമ്മുടെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുമ്പോൾ അവിടെ ആ ഒരു എംപ്ലോയീസിനും മാനേജ്മെന്റിനും ഒരു ഫൈനൽ ചാൻസ് കൊടുക്കാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു പ്രോസസ്സിനെ മൊത്തത്തിലുള്ള ഒരു ഫീഡ്ബാക്ക് നൽകാനുള്ള ഒരു ഫൈനൽ ചാൻസ് കൊടുക്കാണ്. അപ്പൊ അങ്ങനെ അവർക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കിലോ കാര്യങ്ങളോ ഇനി പറയണമെങ്കിൽ അവർക്ക് ഈ ഒരു അവസരം അത് ഉപയോഗപ്പെടുത്താം, അവർക്ക് പറയാം. അതിനുശേഷം നമ്മൾ പുതിയതായിട്ട് നെക്സ്റ്റ് ഇയറുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്ലാനിങ് ചെയ്യുന്നുണ്ട് അല്ലെ? ഈ ഒരു സൈക്കിളുമായിട്ട് നമ്മൾ ആദ്യം പഠിച്ച സ്റ്റെപ്പ് അല്ലെ പ്ലാനിങ് ചെയ്യും അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചിന്തകളോ അല്ലെങ്കിൽ ഫീഡ്ബാക്കുകളോ കൊടുക്കണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. അപ്പൊ അവരുടെ ഫീഡ്ബാക്കും അവരിൽ നിന്ന് കിട്ടുന്ന തോട്ട്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് അടുത്ത സൈക്കിളിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ നെക്സ്റ്റ് ഇയേഴ്സ് പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിൾ. മനസ്സിലായോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ച് കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണ്? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് പറഞ്ഞു പോവാട്ടോ. അപ്പൊ ഈ ഒരു പ്രോസസ് ഇമ്പോർട്ടന്റ് ആണ്. ഇതിലെ സ്റ്റെപ്പുകളും അതുപോലെ തന്നെ ഏതൊക്കെ സ്റ്റേജസ് ആണ് അതിൽ ഓരോന്നിലും വരുന്നതെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പൊ ഏതൊക്കെയായിരുന്നു നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു ഓൾറെഡി കമ്മ്യൂണിക്കേറ്റീവ് ബേസ്ഡ് ആണ് അല്ലെ? കമ്മ്യൂണിക്കേഷൻ, മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതൊരു കൊളാബറേറ്റീവ്, സഹകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അല്ലെ? അപ്പൊ ഇവിടെ രണ്ട് കൂട്ടരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് എംപ്ലോയീസുമായി ബന്ധപ്പെട്ട അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്ത് വേണം, ലോങ് ടേം ഗോളുകൾ എന്തൊക്കെയാണ്, ആ ജോബ് ഏത് രീതിയിൽ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും അതുപോലെ തന്നെ റിവ്യൂ ചെയ്യുന്നതും എംപ്ലോയീസും മാനേജ്മെന്റും ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടാണ്. അതിലൂടെ ആ ഒരു കമ്പനിക്ക് മികച്ച രീതിയിൽ ഒരു കോൺട്രിബ്യൂഷൻ, ഈ സംഭാവന നൽകാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ ഏതൊക്കെ സ്റ്റെപ്പുകളാണ് പഠിച്ചത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്? 4 സ്റ്റെപ്പുകളല്ലേ നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്ലാനിങ് അല്ലെ? പ്ലാനിങ്ങിൽ ഏതൊക്കെ സ്റ്റേജസ് വരുന്നുണ്ട്? ഡിഫൈനിങ് സ്റ്റേജും ദ ഫീഡ്ബാക്ക് സ്റ്റേജും മൂന്നാമത്തത് അപ്രൂവൽ സ്റ്റേജും അല്ലെ? അപ്പൊ അതിന് ഡിഫൈനിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യേണ്ടതായിട്ടുള്ള ജോബ് എന്താണ് അല്ലെ? മാനേജ്മെന്റ് ആണെങ്കിലും അവിടുത്തെ എംപ്ലോയീസ് ആണെങ്കിലും ഒരുമിച്ച് നിന്നുകൊണ്ട് അവർ ചെയ്യേണ്ട ജോലികള് സ്പെസിഫൈ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നടത്തുന്നു. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോളുകൾ കിട്ടാത്തവർ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഗോൾസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം, അതിനുവേണ്ടി മെഷർമെന്റ്സുകൾ അറേഞ്ച് ചെയ്യുന്നു. അതുപോലെ നമ്മൾ സ്മാർട്ട് ഫോർമാറ്റിലായിരിക്കണം. ഗോൾ എപ്പോഴും വളരെ ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ സ്മാർട്ട് ഫോർമാറ്റിലായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സ്മാർട്ട് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മാർട്ട് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ വരും? ഒന്ന് മെസ്സേജ് ചെയ്തേ. സ്മാർട്ട് ഫോർമാറ്റ് എന്ന് പറയുമ്പോ എന്താണ്? റിപ്ലൈ ഇല്ലാത്തെ? മറന്നുപോയോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം മറന്നുപോയോ? സ്പെസിഫിക് ആയിരിക്കണം. എം എന്ന് പറയുമ്പോ എം എന്താണ്? സ്പെസിഫിക്, മെഷറബിൾ. ദെൻ ഏതാണ്? അറ്റൈനബിൾ. റെലവന്റ് അല്ലേ? ചെയ്യോ? ടൈം ബേസ്ഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്മാർട്ട് ഫോർമാറ്റിലായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത് പറഞ്ഞു. അപ്പൊ അതാണ് ഡിഫൈനിങ് സ്റ്റേജ്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, അത് പ്രാവർത്തികമാക്കിയിട്ടില്ല, നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ അല്ലെ? അതിനുശേഷം ഫീഡ്ബാക്ക് സ്റ്റേജ് ആണ്. ഫീഡ്ബാക്ക് സ്റ്റേജിൽ എന്താ ചെയ്യുന്നത്?
നമ്മൾ സ്പെസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ ആ ഒരു എംപ്ലോയീസിനാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ ആ ഒരു ഇൻപുട്ട് ആ ഒരു മെറ്റീരിയലിലേക്ക് കൊടുക്കാവുന്നതാണ്. അതിനുവേണ്ടി അവരെന്ത് ചെയ്യുന്നു, അവരാണ് ആ ഒരു ജോലി ചെയ്യാൻ പോകുന്ന ആളുകൾ. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, ആ ഗോൾസും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി ആ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി അവർ അതിനനുസരിച്ചുള്ള ഫീഡ്ബാക്കുകൾ അവർക്ക് കൊടുക്കുന്നു. ആ ഒരു ജോലി ചെയ്യുന്നത് എന്തൊക്കെ സ്കില്ല് വേണം, എന്തൊക്കെ കോമ്പിറ്റൻസീസ് വേണം, എങ്ങനെ നമുക്ക് ആ ഒരു ഗോള് ആ ഒരു കമ്പനിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതൊക്കെ ആ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് കുറച്ചും കൂടി അതിനെപ്പറ്റി അറിയാൻ പറ്റുക. അപ്പൊ അവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അവസരം അവർക്ക് ഒരു ഫീഡ്ബാക്ക് നൽകുന്നതിന് വേണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തത് അപ്രൂവൽ സ്റ്റേജ് ആണ്. അപ്പൊ ഈ ഫീഡ്ബാക്കുകളിൽ നിന്നൊക്കെ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ആ മാനേജ്മെന്റും എംപ്ലോയീസും രണ്ട് കൂട്ടരും എന്ത് ചെയ്യുന്നു, അവർ ചെയ്യേണ്ട റോൾസ്, ഗോളുകള്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ അംഗീകരിക്കുന്ന സ്റ്റേജ് ആണ് അപ്രൂവൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് അപ്പൊ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കും ഇതൊരു കൊളാബറേറ്റീവ് ആണ് അല്ലെ, രണ്ടു കൂട്ടരും സഹകരിച്ചുകൊണ്ട്. അപ്പൊ മാനേജ്മെന്റ് ഒരിക്കലും അവർ സെറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യണം എംപ്ലോയീസിനോട് പറയാറില്ല. രണ്ടു കൂട്ടരിൽ നിന്നും ഫീഡ്ബാക്ക് കാര്യങ്ങൾ എടുത്ത് രണ്ടു കൂട്ടർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എംപ്ലോയീസിന് ഒരു ഫീല് വരാണ്, എന്നെയും ഈ ഗോൾ സെറ്റിംഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇത് എന്റെയും കൂടി റെസ്പോൺസിബിലിറ്റി ആണ് ഇത് നേടിയെടുക്കുക എന്നുള്ളത്. ആ ഒരു ഫീല് എംപ്ലോയീസിൽ അവർ ഉണ്ടാക്കുകയും ചെയ്യും. അതാണ് പ്ലാനിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് കോച്ചിങ് അല്ലെ. കോച്ചിങ്ങിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് വൺ ആണ് ഓർഗനൈസ് മീറ്റിംഗ്സ് ഓൺ എ ടൈംലി റെഗുലർ ബേസിസ്. വളരെ ക്രമമായിട്ട് റെഗുലർ ബേസിസിലും അതുപോലെ സമയബന്ധിതമായിട്ട് കൃത്യമായിട്ടുള്ള മീറ്റിംഗ് സംഘടിപ്പിക്കുക. ഇതില് ഏതൊരു ജോലിയുമായി ബന്ധപ്പെട്ടും നമുക്ക് ആ ഒരു ജോബുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭാവിയിലേക്ക് അവർ അച്ചീവ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലുള്ള കോച്ചിങ്ങും കാര്യങ്ങളും അവർക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ അവരുടെ പ്രവൃത്തി എന്താണ്, അത് അവര് പ്രവർത്തിതമാക്കുകയാണ്. ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവർ നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ അവർക്ക് റെഗുലർ ബേസിസിൽ അവർക്ക് എന്ത് കൊടുക്കണം, കോച്ചിങ് പ്രോസസ്സ് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മീറ്റിങ്ങുകളും അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. മീറ്റിംഗ് ഒന്നില്ലെങ്കിൽ ഒരു 3 മാസം, ഒരു വർഷത്തിൽ 3 മാസം കൂടുമ്പോഴെങ്കിലും മീറ്റിംഗ് വെക്കാം, അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും വേണം. അല്ല എങ്കിൽ എല്ലാ മാസവും മീറ്റിംഗ്, മന്ത്ലി മീറ്റിംഗ്സ് ആണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം. രണ്ടാമത്തെ സ്റ്റേജ് പറഞ്ഞത് പ്രൊവൈഡ് നെസസറി ട്രെയിനിങ്, കോച്ചിങ് ആൻഡ് സൊല്യൂഷൻസ്. അപ്പൊ ഇങ്ങനെ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഇവർക്ക് ഒരു മീറ്റിംഗ്സ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ, സെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ആ ഒരു മീറ്റിംഗ് അവരുടേതായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടാൻ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അവർക്ക് എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കാൻ, ശിക്ഷാർഹമായിട്ട് അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല എങ്കിൽ അവർക്ക് ഇങ്ങനെ ശിക്ഷകൾ പണിഷ്മെന്റ് കൊടുക്കാം അല്ലെങ്കിൽ വാർഡുകൾ കൊടുക്കാം, അങ്ങനെയല്ല മീറ്റിംഗ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മറിച്ച് എന്താണ്, അവർക്ക് എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാത്തത്, ആ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി നൽകുക, അവർക്ക് നല്ലൊരു എന്താണ് കോച്ചിങ്ങിനുള്ള അവസരങ്ങൾ അവർക്ക് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു മീറ്റിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അല്ലാതെ അതുപോലെ തന്നെ അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് ഓവർലോഡ് അവർക്ക് കൊടുക്കാതിരിക്കുക. അവർ ഒരുപാട് ഓവർലോഡ് കൊടുക്കുമ്പോൾ അത് അവരുടെ നെഗറ്റീവായിട്ട് വരികയും അവർ നല്ല സത്യസന്ധമായിട്ട് ചിലപ്പോൾ ആത്മാർത്ഥമായിട്ട് ആ ഒരു ജോലി അവർക്ക് പൂർത്തിയാക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷന് വളരെ ഹെൽപ്ഫുൾ ആയ രീതിയിൽ ഇത് മാറണമെങ്കിൽ നല്ല രീതിയിലുള്ള ട്രെയിനിങ് പറയുന്നത് ഓരോ എംപ്ലോയീസിനും മാനേജ്മെന്റ് നൽകിയിരിക്കണം. മൂന്നാമത്തത് പറഞ്ഞത് സോളിസിറ്റ് ഫീഡ്ബാക്ക് ഫ്രോം ബോത്ത് സൈഡ്സ്. രണ്ട് വശങ്ങളിൽ നിന്നുമുള്ള ഫീഡ്ബാക്കുകൾ അഭ്യർത്ഥിക്കുക. മാനേജ്മെന്റ് ബോത്ത് ഗിവിംഗ് അല്ലെ, അവർക്ക് കൊടുക്കുകയും വേണം, എംപ്ലോയീസിന് ഫീഡ്ബാക്ക് കൊടുക്കണം, അതുപോലെ തന്നെ അവരുടെ ഹോണസ്റ്റ് ഫീഡ്ബാക്ക് അവരിൽ നിന്ന് തിരികെ റിസീവ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ എംപ്ലോയീസ് റാദർ ദാൻ അഡോപ്റ്റിംഗ്, അപ്പൊ ഒരു ഒറ്റ സ്റ്റാൻസ്, ഇതിന് ഞാൻ മാത്രം പറയുന്നത് കേൾക്കുക എന്നൊരു സ്റ്റാൻസിൽ നിൽക്കാതെ രണ്ടു കൂട്ടരും സഹകരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹോണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക. അതുപോലെ തന്നെ ഫോർത്ത് വൺ റീവിസിറ്റ് ഒബ്ജക്റ്റീവ് ആസ് നെസസറി. അപ്പൊ ഇവർക്ക് മനസ്സിലാവും, ഫീഡ്ബാക്കുകൾ കിട്ടുമ്പോൾ മനസ്സിലാവും എന്താണ് എന്തെങ്കിലും ഒബ്ജക്റ്റീവ്സിൽ ചില മാറ്റങ്ങളോ കാര്യങ്ങളോ ചെയ്യേണ്ടതായിട്ട് വരുമോ, കാരണം നമുക്ക് ഇത് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വരുത്തേണ്ടതായിട്ട് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആവശ്യമാണെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ പുനഃപരിശോധിക്കുകയും ആവശ്യമാണെങ്കിൽ കറക്ഷൻസ് ചെയ്യുകയും ചെയ്യുക. ഇതാണ് റിവിസിറ്റ് ഒബ്ജക്റ്റീവ് ആസ് നെസസറി പറയുന്നത്.
മൂന്നാമത്തെ സ്റ്റെപ്പാണ് റിവ്യൂവിംഗ്. റിവ്യൂവിൽ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? റിവ്യൂവിംഗ് എംപ്ലോയി പെർഫോമൻസ്. ആ ഒരു വർഷം അല്ലെ, എൻഡ് ഓഫ് ഇയർലി പെർഫോമൻസ്, ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിളിന്റെ അവസാനം, ഒരു വർഷത്തെയാണ് നമ്മൾ കണക്കെടുക്കുന്നത്. ആ ഒരു വർഷത്തിലെ അവസാനം അവിടുത്തെ എംപ്ലോയീസ് എത്ര നന്നായിട്ട് പെർഫോം ചെയ്തു അല്ലെ, അതാണ് നമ്മൾ അവിടെ അവലോകനം ചെയ്യുന്നത്. ആ ജനറലി വൺസ് എ ഇയർ, ഒരു വർഷത്തിൽ ഒരു ദിവസം ഒരിക്കലാണ് നമ്മൾ ഇത് ചെയ്യുള്ളൂ. ആ സമയത്ത് ആ ഒരു ടൈം ഫ്രെയിമിൽ, അല്ലെങ്കിൽ ആ ഒരു വർഷമുടനീളം അവർ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് റിവ്യൂവിംഗ് എംപ്ലോയി പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ. അപ്പൊ ഇവിടെ നമ്മൾ ഓരോ വർഷവും മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ മാസവും അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ആ മീറ്റിങ്ങുകളെ കൃത്യമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും കോച്ചിങ്ങും ഒക്കെ കിട്ടി. ഓരോ പ്രാവശ്യവും അവർക്ക് എത്രത്തോളം മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ് ആണ് ഉണ്ടായിരിക്കുന്നത്, അതിനനുസരിച്ച് അവർ ആ ഒരു വർഷം എത്ര നന്നായിട്ട് പെർഫോം ചെയ്തു, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് ഈ ഒരു റിവ്യൂ പ്രോസസ്സിലൂടെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ആ ഒരു വർഷത്തെ അവരുടെ പെർഫോമൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവലോകനം ചെയ്യാനും ഈ ഒരു പ്രോസസ്സിലൂടെ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തത് റിവ്യൂവിംഗ് ദ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അവലോകനം ചെയ്യുന്നത്. ആ പ്രോസസ്സ് എത്രത്തോളം വർക്ക്ഡായി അല്ലെ, അത് രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും നന്നായിട്ട് വർക്ക് ആയോ, ആ ഒരു പ്രോസസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അല്ലെങ്കിൽ പ്രോസസ് സക്സസ്ഫുൾ ആയിരുന്നോ, അതിൽ ഓരോ ഘട്ടങ്ങളും ഓക്കെ ആയിരുന്നോ, അതിനുവേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലെ. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്? ട്രെയിനിങ്, ഏത് ട്രെയിനിങ് ആണ് എംപ്ലോയീസിന് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് ബെറ്റർ ആയിട്ട് തോന്നിയത്, അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ ഫീഡ്ബാക്ക് അവർക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു, അതുപോലെ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചോ, അതുപോലെ ഈ ആ ഒരു പ്രോസസ്സ് ബെറ്റർ ആക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതുപോലെ എംപ്ലോയീസ് ആ ഒരു കാലഘട്ടത്തിൽ അവർ എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്തു, ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് അവർ ടൈം സ്പെൻഡ് ചെയ്തത് വളരെ എഫക്റ്റീവ് ആയിട്ട് അവർക്ക് തോന്നിയോ, ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ എംപ്ലോയീസിന് കൊടുക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ആൻസേഴ്സിലൂടെ ആ ഒരു പ്രോസസ്സ് എത്രത്തോളം മികച്ചതായിരുന്നു, നന്നായിട്ട് വർക്ക്ഡ് ആയോ എന്ന് നമുക്ക് ഈ ഒരു റിവ്യൂവിംഗ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തത് റിവ്യൂവിംഗ് ഓവറോൾ ഗോൾ കംപ്ലീഷൻ. മുഴുവൻ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള എല്ലാ ഗോളുകളും അവർ പൂർത്തിയാക്കിയോ, അതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. എംപ്ലോയീസ് എല്ലാവരും അവരുടെ കൊടുത്തിരിക്കുന്ന ഗോൾസിലേക്ക് എത്തിപ്പെട്ടോ അല്ലെങ്കിൽ റീച്ച് ആയോ, അതുപോലെ തന്നെ അവർ ആ ഒരു വർഷം എസ്പെഷ്യലി കാര്യക്ഷമമായിട്ട് ഇത് വിജയത്തിന് വേണ്ടി കാര്യക്ഷമമായിട്ട് ആ ഒരു വർഷം പെർഫോം ചെയ്തോ, ആ സ്മോളർ ആയിക്കോട്ടെ ബിഗർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിക്കോട്ടെ, ഇതെല്ലാം അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇതിലൂടെ നോക്കിക്കാണുന്നുണ്ട്, അവർ അച്ചീവ് ചെയ്തോ എന്ന് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി എവിടെയാണ് അത് ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം ഏരിയാസിനെ നമുക്ക് മനസ്സിലാക്കാം, അതിനനുസരിച്ച് ട്രെയിനിങ്ങോ കാര്യങ്ങളോ നടപ്പിലാക്കാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഫോർത്ത് വൺ ആണ് ഗിവിംഗ് ആക്ഷണൽ ഫീഡ്ബാക്ക്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനുശേഷം അവരുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തി കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള ഫീഡ്ബാക്കുകൾ നമ്മൾ നൽകുന്നു. മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? എംപ്ലോയീസിന് അവരുടെ ഐഡന്റിഫൈഡ് ഏരിയാസ്, അപ്പൊ അവരുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫ്യൂച്ചർ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ഭാവിയിലേക്കുള്ള പെർഫോമൻസ് മികച്ചതാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഏതൊക്കെ കാര്യങ്ങളിൽ, അതിൽ ഏതൊക്കെ ഏരിയയിലാണ് അവർക്ക് കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ഫീഡ്ബാക്ക് എംപ്ലോയീസിന് കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ എംപ്ലോയീസിന് ഒരു അവസരം കൊടുക്കുന്നുണ്ട്, ആ ഒരു പ്രക്രിയയെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് ആ ഒരു എംപ്ലോയിക്ക് നൽകാം. അതുപോലെ തന്നെ ആ ഒരു മാനേജ്മെന്റിന് ആ ഫീഡ്ബാക്കിലൂടെ നെക്സ്റ്റ് അല്ലെങ്കിൽ അടുത്ത എൻഡില് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ബെറ്റർ ആക്കാനായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് അവർക്ക് ചെയ്യാനായിട്ടും പറ്റും. ദെൻ ഫോർത്ത് വൺ നമ്മളിപ്പോ പഠിച്ച കാര്യമാണ് ആക്ഷൻ അല്ലെ. ആക്ഷനിലെ രണ്ടെണ്ണമായിരുന്നു റിവാർഡ് ആൻഡ് റെക്കഗ്നിഷൻ. അവർ കൃത്യമായിട്ടുള്ള റിവാർഡുകളും റെക്കഗ്നിഷൻ അല്ലെങ്കിൽ അംഗീകാരങ്ങളും ആ പ്രോസസ്സിന്റെ അവസാനം നമ്മൾ കൊടുക്കുക, അതിലൂടെ അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയും നന്നായിട്ട് അവർ പിന്നീട് ഫ്യൂച്ചറിൽ പെർഫോം ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ നെക്സ്റ്റ് ഇയേഴ്സ് പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിൾ എന്ന് പറഞ്ഞാല് നമ്മൾ എന്താ പറഞ്ഞത്? അവർക്ക് അടുത്ത വർഷത്തേക്ക് അല്ലെ, നമ്മൾ പുതിയൊരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുൻപ് കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഒന്നും കൂടി ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ഒരു ഫൈനൽ ചാൻസ് എംപ്ലോയിക്ക് മാനേജ്മെന്റിന് കൊടുക്കും. അതിനനുസരിച്ച് പ്ലാനിങ് സ്റ്റേജ് നടത്തുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ചിന്താഗതികളും ഫീഡ്ബാക്കും ഒക്കെ കൊടുത്ത് പുതിയതായിട്ട് വരാൻ പോകുന്ന ആ ഒരു സൈക്കിള് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഈ ഒരു ഫീഡ്ബാക്കിലൂടെ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഇത്രയും ആ ഒരു 4 സ്റ്റെപ്പും ക്ലിയർ ആണോ? ഓക്കെ.
Then next നമ്മൾ പഠിക്കാൻ പോകുന്നത് പെർഫോമൻസ് മാനേജ്മെന്റ് വേഴ്സസ് പെർഫോമൻസ് അപ്രൈസൽ. ഇവ തമ്മിലുള്ള കുറച്ച് ഡിഫറൻസുകളുണ്ട്. ഇപ്പൊ എല്ലാ തരത്തിലും പെർഫോമൻസ് മാനേജ്മെന്റ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് അപ്രൈസൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പെർഫോമൻസ് മാനേജ്മെന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താ, വ്യക്തിപരമായിട്ടുള്ള അല്ലെ അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ പ്രകടനവുമായി ബന്ധപ്പെട്ട വിലയിരുത്തലാണ്. അപ്പൊ അത് രണ്ടും ഒരേ രീതിയിലല്ല അല്ലെങ്കിൽ ഒരേ ആളുകളല്ല ചെയ്യുന്നത്. ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. നോക്കിയേ, ബേസിസ് ഫോർ കമ്പാരിസൺ. അപ്പൊ കമ്പാരിസന്റെ പ്രധാനപ്പെട്ട ബേസിസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 3 കോളമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പെർഫോമൻസ് അപ്രൈസലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പെർഫോമൻസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ബേസിസ് ഫോർ കമ്പാരിസൺ. ഒരു പെർഫോമൻസ് അപ്രൈസൽ എന്താണ് അല്ലെങ്കിൽ പെർഫോമൻസ് മാനേജ്മെന്റ് എന്താണ്, അതിന്റെ മീനിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ മീനിങ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. രണ്ടും ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. രണ്ടും ചോദിക്കാറുണ്ട്. പെർഫോമൻസ് അപ്രൈസൽ എന്താണെന്ന് ചോദിക്കാറുണ്ട്, പെർഫോമൻസ് മാനേജ്മെന്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. 2 ക്വസ്റ്റ്യൻ ആണെന്ന് വരാട്ടോ. പെർഫോമൻസ് മാനേജ്മെന്റ് ചോദിക്കാം, പെർഫോമൻസ് അപ്രൈസലും ചോദിക്കാം. അതിന്റെ മീനിങ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആ മീനിങ് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ, ഡെഫിനിഷൻ പോലെ. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോ. ശരി, എന്താണ് മീനിങ് നമുക്ക് നോക്കാം. പെർഫോമൻസ് അപ്രൈസൽ ആദ്യം നോക്കാം. Performance appraisal means the analysis of an employee's performance and their caliber for future growth and development. അതിലെ വ്യത്യാസങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ മീൻസ് ദ അനാലിസിസ് ഓഫ് ആൻ എംപ്ലോയീസ് പെർഫോമൻസ്. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ പ്രകടനം എത്രത്തോളം ഉണ്ടായിരുന്നു അതിനെ കുറിച്ചുള്ളൊരു വിശകലനമാണ് പെർഫോമൻസ് അപ്രൈസൽ. ആൻഡ് ദെയർ കാലിബർ ഫോർ ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഭാവിയിലേക്കുള്ള അവരുടെ വളർച്ചയ്ക്കും ഡെവലപ്മെന്റിനും വേണ്ടിയുള്ള അവരുടെ കാലിബർ അല്ലെങ്കിൽ കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് വിശകലനം ചെയ്യുന്നു. 2 കാര്യങ്ങളാണ് പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ അനാലിസിസ് നടത്തുന്നത്. ഒന്നാമത്തത് എംപ്ലോയീസിന്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, പ്രകടനം എങ്ങനെയാണ്. അതുപോലെ ഫ്യൂച്ചറിലേക്ക് ഭാവിയിലേക്കുള്ള അവരുടെ വളർച്ചയും ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട് അവരുടെ കഴിവുകൾ എത്രത്തോളം ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഇനി നേരെ തിരിച്ച് പെർഫോമൻസ് മാനേജ്മെന്റ് നോക്കിയേ. പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് ദ മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആണ് പെർഫോമൻസ് മാനേജ്മെന്റ്. ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട് അല്ലെ. ഒരു സ്ഥാപനത്തിലെ ഒരു ഓർഗനൈസേഷനിലെ ഒരു സ്ഥാപനത്തിലെ മനുഷ്യ വിഭവശേഷിയെ കുറിച്ചുള്ള അവരുടെ ആ ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൈകാര്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. 2 മീനിങ് പറഞ്ഞു നമ്മള്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞതും പെർഫോമൻസ് മാനേജ്മെന്റ്, അത് തമ്മിലുള്ള വ്യത്യാസം. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ഓർഗനൈസേഷൻ ഒരു സ്ഥാപനത്തിലെ ഹ്യൂമൻ റിസോഴ്സ്, അവിടുത്തെ മനുഷ്യ വിഭവ ശേഷി, ആ മനുഷ്യ വിഭവശേഷിയുടെ മാനേജ്മെന്റിനെയാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പേരിൽ നിന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ. ഇനി പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് ദ അനാലിസിസ് ഓഫ് ആൻ എംപ്ലോയീസ് performance and their caliber for future growth and development. ഭാവിയിലേക്കുള്ള അല്ലെ, ഭാവിയിലേക്കുള്ള ഓരോ ആ വ്യക്തികളുടെ എംപ്ലോയീസിന്റെ ഭാവിയിലേക്കുള്ള വളർച്ചയും അവരുടെ ഡെവലപ്മെന്റും അതോടൊപ്പം തന്നെ അവരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട അവരുടെ കഴിവുകള് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അനലിസിസ് ചെയ്യുന്ന അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. 2 ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പെർഫോമൻസ് അപ്രൈസലും പെർഫോമൻസ് മാനേജ്മെന്റും. അതൊന്ന് വേഗം വായിച്ചു നോക്കി. ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അത് മാത്രമാണ് നിങ്ങൾക്ക് ചോദ്യം. മറ്റതൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇമ്പോർട്ടന്റ് ആണെന്ന് എഴുതി വെക്കണേ. അത് ചെയ്യുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ.
ഓക്കെ ഓക്കെ ശരി. അപ്പൊ നമ്മള് പെർഫോമൻസ് അപ്രൈസലും പെർഫോമൻസ് മാനേജ്മെന്റിന്റെയും മീനിങ് കഴിഞ്ഞു. അതിനുശേഷം വാട്ട് ഈസ് ഇറ്റ്, എന്താണത് അല്ലെ? ഇറ്റ് ഇസ് എ സിസ്റ്റം. ഒരു പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഇതൊരു സംവിധാനം, അല്ലെങ്കിൽ ഇതൊരു മെത്തേഡാണ്, ഇതൊരു രീതിയാണ്. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രോസസ്, ഇതൊരു പ്രക്രിയയാണ് അല്ലെ? നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്നല്ലേ നമ്മൾ പഠിച്ചത് അല്ലെ? അത് ആ ഒരു പ്രക്രിയയാണ്. ഇത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഇതൊരു എന്താണ് ഒരു പ്രക്രിയ, അല്ലെങ്കിൽ ഇതൊരു ആക്ഷൻ, അല്ലെങ്കിൽ ഇതൊരു ആക്ടിവിറ്റിയിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇതൊരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഇതൊരു ആക്ടിവിറ്റീസിലൂടെ കടന്നു പോകുന്ന കാര്യമാണ്. എന്നാൽ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് സിസ്റ്റം, അല്ലെങ്കിൽ ഇതൊരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഇതൊരു രീതിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഇതിന്റെ സ്വഭാവം, ഈ ഒരു രണ്ടെണ്ണത്തിന്റെയും സ്വഭാവം, നേച്ചർ എങ്ങനെയാണ്? ഒരു പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ കുറച്ച് റിജിഡ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? കുറച്ച് കർക്കശമായിട്ടുള്ളതാണ്. ഇത് കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിലൂടെയും അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള പോളിസികളിലൂടെയും കടന്നു പോകുന്ന ഒരു കാര്യമാണ്. അവിടെ ഒരു എന്താണ് ചെറിയ രീതിയിലുള്ള ഒരു ഇളവോ കാര്യങ്ങളോ നമുക്ക് കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുള്ള ടഫ് ആയിട്ടുള്ള രീതിയിലാണ്, ഒരു കർക്കശമായിട്ടുള്ള രീതിയിലാണ് പെർഫോമൻസ് അപ്രൈസിൽ പോകുന്നത്. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചപ്പോ അത്ര രീതിയിലുള്ള ഒരു റിജിഡ് ആയിട്ടുള്ള രീതിയായിരുന്നു ആണോ? പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് നമ്മൾ പഠിച്ചില്ലേ? അവിടെ എങ്ങനെയാ വളരെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സും അല്ലെങ്കിൽ കൃത്യമായ പോളിസികളും പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്ത് നിർബന്ധം പറയുന്നുണ്ടോ അവിടെ? എംപ്ലോയീസിന് അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതി കൊടുക്കുന്നുണ്ടോ? ഇല്ല അല്ലെ? അവിടെ നമ്മൾ കുറച്ചുകൂടി ഒരു ഈസി ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലെ? അതുകൊണ്ട് തന്നെ സപ്പിൾ എന്ന് പറഞ്ഞാൽ മൃദുവായ എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. അപ്പൊ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ, കാരണം നമുക്ക് പഠിച്ചതല്ലേ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സില് രണ്ടു കൂട്ടരും ഒരുമിച്ച് ഇടപെടുക, അല്ലെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത് രണ്ടു കൂട്ടരിൽ നിന്ന് ഫീഡ്ബാക്കുകൾ എടുത്ത് അങ്ങനെയല്ലേ ആ പ്രോസസ് പോകുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി എന്താണ്, സപ്പിൾ ആണ്, മൃദുവായിട്ടുള്ള കാര്യമാണ് കേട്ടാ, കുറച്ചുകൂടി സോഫ്റ്റ് ആണ്. അപ്പൊ രണ്ടും തമ്മിലുള്ള ഒരു നേച്ചർ എങ്ങനെയാ? ഒരു പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സും മാനദണ്ഡങ്ങളും ഒക്കെ അടിസ്ഥാനമാക്കി കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നതാണെങ്കിൽ അതൊരു റിജിഡ് ആയിരിക്കും, കുറച്ചുകൂടി കർക്കശമായിട്ടുള്ള രീതിയായിരിക്കും ഫോളോ ചെയ്യുക. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അത് സപ്പിൾ ആണ്. എന്ന് വെച്ചാൽ എന്താണ്, കുറച്ചുകൂടി മൃദുവായിട്ടുള്ള ഒരു നേച്ചർ ആയിരിക്കും അതിന്. ദെൻ ടൈപ്പ് ഓഫ് ടൂൾ, ഏത് ടൈപ്പ് ഓഫ് ടൂൾസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? ഓപ്പറേഷണൽ ടൂൾ. ഒരു പെർഫോമൻസ് മാനേജ്മെന്റ്, പെർഫോമൻസ് അപ്രൈസലില് ഓപ്പറേഷണൽ ടൂൾ ആണെങ്കിൽ പെർഫോമൻസ് മാനേജ്മെന്റില് സ്ട്രാറ്റജിക് ടൂൾ ആണ്. എന്ന് വെച്ചാൽ ഒരു ഓപ്പറേഷണൽ ടൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ അവിടുത്തെ എംപ്ലോയീസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ്, ദിവസേനയുള്ള പ്രവർത്തനങ്ങള് മോണിറ്റർ ചെയ്യുക, നിയന്ത്രിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളാണ് പെർഫോമൻസ് അപ്രൈസലിൽ ചെയ്യുക. അപ്പൊ അവരുടെ ദിവസേനയുള്ള ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ഇത് ഒരു വർഷത്തിലാണ് ചെയ്തതെങ്കിലും അവിടെ അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുകയും അത് കൃത്യമായിട്ട് നിയന്ത്രിക്കുകയും അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും ചെയ്യുകയാണ് പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നത്. കാരണം ഇതൊരു എംപ്ലോയിയുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാ. പക്ഷേ പെർഫോമൻസ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ അത് സ്ട്രാറ്റജിക് ടൂൾ ആണ്. എന്ന് വെച്ചാല് ഒരു ഗോൾ അച്ചീവ് ചെയ്യുക, ഒരു ലോങ് ടേം ആയിട്ടുള്ള ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ലക്ഷ്യം വെക്കുന്നു. അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ്, അതിലുള്ള എല്ലാ ആളുകളുടെയും പെർഫോമൻസ് മെച്ചമാക്കുക. അങ്ങനെയല്ലേ നമ്മൾ ആ ഒരു പെർഫോമൻസ് പ്രോസസ് ചെയ്യുന്നത്. അല്ലാതെ ഒരു പ്രത്യേകമായിട്ട് ഓരോ ഇൻഡിവിജ്വലിനെയും നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് അവർ ഇത്ര ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള പണിഷ്മെന്റ് കൊടുക്കുന്നു, അങ്ങനെയാണോ നമ്മൾ പറയുന്നത്? ആണോ? അല്ല അല്ലെ? ഇവിടെ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ള കാര്യങ്ങൾ, അതായത് മൊത്തത്തിൽ അവിടെ എംപ്ലോയീസ് ഇങ്ങനെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ആ ലോങ് ടേം ആയിട്ടുള്ള ഗോളുകൾ നേടിയെടുക്കാനും സക്സസ് ആവാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുക എന്ന രീതിയിലുള്ള ലക്ഷ്യങ്ങളോട് കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് പെർഫോമൻസ് മാനേജ്മെന്റിൽ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ പെർഫോമൻസ് അപ്രൈസൽ വരുമ്പോ ഓപ്പറേഷണൽ ടൂൾ ആണ്. അതായത് അവരുടെ ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും, അവരുടെ പെർഫോമൻസിൽ കൺട്രോളുകൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. അങ്ങനെയുള്ള ടൂളുകളാണ് പെർഫോമൻസ് അപ്രൈസലിൽ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ദെൻ നെക്സ്റ്റ് വൺ ആണ് ഓൺ ബൈ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇത് നടത്തുന്ന ആളുകൾ ആരാണ്? അപ്പൊ ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ്
മാനേജേഴ്സ് ആണ് അവർ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. മാനേജേഴ്സ് അല്ലേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്, നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ പെർഫോമൻസ് മാനേജ്മെന്റില് മാനേജേഴ്സ് ആണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നതെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ നടപ്പിലാക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അടുത്തത് കണ്ടക്ടഡ്, എപ്പോഴൊക്കെയാണ് അത് നടത്തുന്നത്? നമ്മുടെ പെർഫോമൻസ് അപ്രൈസൽ ആനുവലി, വർഷത്തിലാണ് നമ്മൾ നടത്തുക. വർഷത്തിലൊരിക്കൽ അവിടുത്തെ എംപ്ലോയീസിനെ എടുക്കുന്നു. ആ ഓരോ എംപ്ലോയീസും നന്നായിട്ട് പെർഫോം ചെയ്തു, അവർക്ക് ഭാവിയിലേക്ക് ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനുള്ള കാലിബർ ഉണ്ടോ, കഴിവുകളുണ്ടോ, അവരുടെ അത്രയും നാളത്തെ എംപ്ലോയിയുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു, അങ്ങനെ അനലൈസ് ചെയ്യാണ്. ഒരു വർഷത്തിലാണ് ഒരിക്കലാണ് അത് ചെയ്യുക. അതുപോലെ എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റില് അവിടെ അങ്ങനെ ഒരു വർഷത്തിന് മാത്രമാണ് ചെയ്യുക ആണോ? നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു വർഷത്തെ മാത്രം എടുത്താണോ നമ്മൾ നോക്കുന്നത് അല്ലെ? ആ ഒരു വർഷം മാത്രമല്ല അല്ലെ. നമ്മൾ മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ആ സമയത്ത് അവരുടെ പെർഫോമൻസ് മികച്ചതല്ല എങ്കിൽ അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങും ട്രെയിനിങ്ങും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു എന്താണ് ആനുവലി, കണ്ടിന്യൂവലി തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് അല്ലെ. അപ്പൊ അവരുടെ ഓരോ തുടർച്ചയായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുത്ത് അവരുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രക്രിയ നടത്തുന്നുണ്ട്. അപ്പൊ ഈ ഒരു വർഷം കഴിഞ്ഞ് നെക്സ്റ്റ് ഇയറിൽ നമ്മൾ അതേ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അല്ലാതെ ഒരു വർഷം അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമൊന്നും അല്ല, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. ദെൻ ഇതിനോടുള്ള അപ്രോച്ച് അല്ലെങ്കിൽ സമീപനം എന്ന് പറയുന്നത് ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ എങ്ങനെയാണ്? ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്, വ്യക്തിഗതമാണ് അല്ലെ. ഓരോ വ്യക്തിയും കേന്ദ്രീകരിച്ചല്ലേ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നത്. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാണോ ചെയ്യുന്നത്? ആണോ? ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാണോ? ഡിഫറൻസ് മനസ്സിലാക്കി വെക്കണം കേട്ടോ, ചോദിച്ചത് നിങ്ങൾക്ക് മാറിപ്പോവരുത്. ആണോ? പെർഫോമൻസ് മാനേജ്മെന്റ് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാണോ? അല്ല, മൊത്തത്തിലാണ് അല്ലെ. ഹോളിസ്റ്റിക് ആണ്, ഇത് ഹോൾ ആയിട്ട് ആ ഒരു പ്രോസസ്സിനെ മൊത്തത്തിൽ അല്ലെങ്കിൽ അതിന് ഏതൊക്കെ എംപ്ലോയീസ് ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെ മൊത്തത്തിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മൊത്തത്തിൽ നമ്മുടെ ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളും അതുപോലെ ലോങ് ടേം ആയിട്ടുള്ള ഗോളും ഒബ്ജക്റ്റീവ്സ് ഒക്കെ നേടിയെടുക്കുക. അതിനുവേണ്ടി മൊത്തത്തിലുള്ള ഒരു സമീപനമാണ് നമ്മൾ. മൊത്തത്തിൽ അവരെ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുക. അപ്പൊ അതിന് അങ്ങനെ ഒരു സമീപനമാണ് പെർഫോമൻസ് മാനേജ്മെന്റിൽ നമ്മൾ കൊണ്ടുവരുന്നത്. അടുത്തത് ഫോക്കസ്ഡ് ഓൺ. എന്തിലാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പൊ ഒരു ഇൻഡിവിജ്വലിന്റെ മെഷർ ചെയ്യുക, അവരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അവർക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗോൾ അവര് ആ ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കിയോ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് അളന്നെടുക്കാൻ പറ്റില്ലേ? അത് പറ്റുമോ? പറ്റുമോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതിരിക്കുന്നേ? പറ്റും അല്ലെ. ഇപ്പൊ അവർക്കൊരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്തോ? അങ്ങനെ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആണ് എടുക്കുന്നത്. കൃത്യമായിട്ടുള്ള മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവർ ആ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ അവർക്ക് ഒരു ഗോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗോൾ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്ട് അവർ കംപ്ലീറ്റ് ചെയ്തോ, അവർ ആ ഒരു ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്തോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതിനനുസരിച്ച് എന്താണ് എത്ര നമ്പർ ഓഫ് കസ്റ്റമേഴ്സുമായിട്ട് ഇന്ററാക്ഷൻസ് നടത്തി കൃത്യമായിട്ടുള്ള കണക്കുകൾ നമുക്ക് എടുക്കാനും അവരുടെ പെർഫോമൻസ് വിലയിരുത്താനും സാധിക്കുന്നുണ്ട്. എന്നാൽ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമുക്കിത് കൃത്യമായിട്ട് മെഷർ ചെയ്തെടുക്കാൻ പറ്റുമോ? മെഷർ ചെയ്തെടുക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അവിടെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്? അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ അവർ തമ്മിൽ എത്രത്തോളം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലീഡർഷിപ്പ് എബിലിറ്റി എത്രത്തോളം, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അതൊക്കെ ആവശ്യമാണ്, എന്നാൽ പോലും നമുക്കത് മെഷർ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായി അല്ലെ. അതുപോലെ ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ അവരുടെ ഇടയിൽ എത്രത്തോളം ഉണ്ടായിരുന്നു, ഇതൊക്കെയാണ് ക്വാളിറ്റി. ഇതിനെയാണ് ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റിലാണ്. കാരണം അതൊരു ടീം വർക്ക് ആയിട്ട് ചെയ്യുമ്പോൾ അത് നല്ലൊരു ടീം വർക്കിൽ പെർഫോം ചെയ്തോ, നല്ല രീതിയിൽ ഒരു കൊളാബറേറ്റീവ് ആയിട്ട് അവർ പെർഫോം ചെയ്തോ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവരുടെ ഇടയിൽ ഉണ്ടായോ, അങ്ങനെ ആ ഒരു കസ്റ്റമേഴ്സുമായിട്ട് നല്ല സർവീസുകൾ നടത്തിയോ, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഒരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ആണ് പെർഫോമൻസ് മാനേജ്മെന്റിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ
പെർഫോമൻസ് അപ്രൈസലിന് ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ക്വാണ്ടിറ്റേറ്റീവ്, കാരണം ഒരു ഇൻഡിവിജ്വലിനെ എടുക്കുന്നത്. അപ്പൊ ആ ഒരു ഇൻഡിവിജ്വലിനെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ടീം വർക്ക് കാര്യങ്ങൾ നോക്കേണ്ട കാര്യമില്ലല്ലോ, ആ വ്യക്തിയല്ലേ നമ്മൾ കേന്ദ്രീകരിക്കുന്നേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന ഗോൾ അവർ അച്ചീവ് ചെയ്തോ, ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള പ്രൊജക്ട് അവർ കംപ്ലീറ്റ് ചെയ്തോ, അല്ലെ? അങ്ങനെ എത്രത്തോളം നമ്പർ ഓഫ് കസ്റ്റമേഴ്സുമായിട്ടാണ് അവർ ഇടപഴകിയത്, അതിനൊക്കെ ഒരു കൃത്യമായ കണക്കുകൾ എടുക്കുകയും അവരുടെ പെർഫോമൻസ് വിലയിരുത്തുകയുമാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് മനസ്സിലായോ? ഓക്കെ. ദെൻ കറക്ഷൻസ്. ഇനി ഈ ഒരു പെർഫോമൻസ് അപ്രൈസലും പെർഫോമൻസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കറക്ഷൻസ് ആണ്. നമുക്ക് എന്തെങ്കിലും തിരുത്തലുകളൊക്കെ വേണമെങ്കിൽ ഈ ഒരു പെർഫോമൻസ് അപ്രൈസല് റിട്രോസ്പെക്റ്റീവ് ആണ്. എന്ന് വെച്ചാൽ എന്താ? ലുക്ക് ബാക്ക്വേർഡ്. നമ്മൾ ലുക്കിംഗ് ബാക്ക് ആണ്, തിരിച്ച് ഇത് ഒരു വർഷത്തെ അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നത് ആനുവലി ആണ് ഇത് നടത്തുന്നത് നമ്മൾ പറഞ്ഞു, അല്ലെ? ആനുവലി നടക്കുമ്പോൾ നമുക്ക് ഭാവിയിലേക്കുള്ള കാര്യങ്ങളാണോ നോക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് മുൻപുള്ള കാര്യങ്ങളാണ് നമ്മൾ വിലയിരുത്തുന്നത്, ശരിയല്ലേ? ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം നടത്തുമ്പോ ആ വർഷം വന്ന് എങ്കിലായിരിക്കുമല്ലോ നമ്മൾ നടത്തുക, അല്ലെ? മനസ്സിലാവുന്നുണ്ടോ? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോ അത് ആനുവലി ആണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ ആനുവലി നടത്തുമ്പോ എന്താ? പാസ്റ്റില് ഉണ്ടായിട്ടുള്ള ഇവന്റുകള് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ആണ് നമ്മൾ വിലയിരുത്തുന്നത്. മനസ്സിലായോ? അതിനെ ബേസ് ചെയ്തിട്ടുള്ള കറക്ഷൻസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക. മനസ്സിലായോ? ദെൻ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോ പ്രോസ്പെക്റ്റീവ് ആണ്. അതായത് ഇതൊരു എക്സ്പെക്റ്റഡ്, അതായത് ഭാവിയിലേക്ക് നമുക്ക് എക്സ്പെക്ട് ആകാവുന്ന, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഭാവിയിലേക്ക് നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും, കാരണം അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫീഡ്ബാക്കുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ നമുക്ക് കറക്ഷൻസ് കൊണ്ടുപോകാൻ പറ്റും, അല്ലെ? അത് ഓരോ ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അത് അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. എന്നാൽ ഇവിടെ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? റിട്രോസ്പെക്റ്റീവ് ആണ്, അതായത് ലുക്കിംഗ് ബാക്ക് ആണ്. നമ്മൾ പിന്നീടുള്ള കാര്യങ്ങളെല്ലാം അവലോകനം ചെയ്തിട്ട് വേണം നമ്മൾ കറക്ഷൻസ് എന്തെങ്കിലും വരുത്തണമെങ്കിൽ. അപ്പൊ ഒരു വർഷത്തെ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ തിരിച്ചു നോക്കി അതിനനുസരിച്ച് വേണം നമുക്ക് കറക്ഷൻസ് കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാനായിട്ട്. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് നമുക്ക് അവിടെ വരാനിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളും ഒക്കെ എടുത്തു പോകുന്നുണ്ട്, അല്ലെ? അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അവിടെ വരുത്തുന്നുണ്ട്. അപ്പൊ ഭാവിയിലേക്ക് വരാനിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളിലുള്ള കറക്ഷൻസ് മാത്രം നമുക്ക് അവിടെ മതിയാവും. മനസ്സിലായോ? അപ്പൊ മിസ് ഒന്നുകൂടി പറഞ്ഞു തരാം. എന്താണ് ബേസിസ് ഫോർ കമ്പാരിസൺ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പെർഫോമൻസ് അപ്രൈസലും പെർഫോമൻസ് മാനേജ്മെന്റും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഓൾറെഡി ഇത് തന്നെ നമ്മൾ നെക്സ്റ്റ് ആ ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വായിച്ചാൽ മതിയോ? ആ ഒരു പോയിന്റ് കൂടി നമുക്ക് നോക്കാം. അതിനുശേഷം നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഇനി നമ്മൾ ഇത് തന്നെയാണ് ആ മേജർ ഡിഫറൻസസ് നമ്മൾ ഈ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് പെർഫോമൻസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ അതിൽ ഒന്നാമത്തേതാണ് an organized way of analyzing the performance and potential of employees for their future growth and development is known as performance appraisal. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തുന്നു, അവർക്ക് ഫ്യൂച്ചറിലേക്ക് ഭാവിയിലേക്കുള്ള അവരുടെ വളർച്ചയും ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് എത്രത്തോളം കാലിബർ അല്ലെങ്കിൽ എത്രത്തോളം പൊട്ടൻഷ്യൽ അവർ ഉണ്ട് എന്ന് അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പെർഫോമൻസ് അപ്രൈസൽ. അതായത് നമ്മൾ പറഞ്ഞ കാര്യമില്ലേ ഇത്? അതുപോലെ തന്നെ ദ കംപ്ലീറ്റ് പ്രോസസ് ഓഫ് മാനേജിങ് ദ ഹ്യൂമൻ റിസോഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സുകളുടെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു മാനേജ്മെന്റിനെയാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ തന്നെയാണ് കേട്ടോ. ചെറിയ വ്യത്യാസങ്ങളുള്ള അത് തന്നെ പഠിച്ചാൽ മതി കേട്ടോ. ക്ലിയർ ആണോ? ഫസ്റ്റ് സെന്റൻസ് മനസ്സിലായോ? ഓക്കെ. Second one, performance appraisal is conducted by a human resource department of the organization. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പെർഫോമൻസ് അപ്രൈസൽ ആരാ കണ്ടക്ട് ചെയ്യുന്നത്? ആ ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് ആരാ കണ്ടക്ട് ചെയ്യുന്നത്? ആർക്കാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി? മാനേജേഴ്സിന്, അല്ലേ? ആണോ?
അതുപോലത്തെ മാനേജേഴ്സിന് അല്ലെ. തേർഡ് വൺ എന്താ പറഞ്ഞത്? പെർഫോമൻസ് അപ്രൈസൽ ഇസ് എൻ ഓപ്പറേഷണൽ ടൂൾ ടു എൻഹാൻസ് ദ എഫിഷ്യൻസി ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്പറേഷണൽ ടൂൾ ആണ് പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് മാനേജ്മെന്റ് ഇസ് എ സ്ട്രാറ്റജിക് ടൂൾ അല്ലെ. അത് നമ്മൾ ഓൾറെഡി ഡിഫറൻസിൽ പറഞ്ഞ കാര്യമാണ്. Then fourth one ആണ് പെർഫോമൻസ് അപ്രൈസൽ ഹാസ് ആൻ ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ച്. ചില വ്യക്തിഗതമായിട്ടുള്ള സമീപനമാണ്. ആൻഡ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഇൻ ദ കേസ് ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ്. പെർഫോമൻസ് മാനേജ്മെന്റിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്, അത് ഹോളിസ്റ്റിക് ആണ് അല്ലെ, മൊത്തത്തിലുള്ള ഒരു സമീപനമാണ്. Then fifth point, performance appraisal is a system while performance management is a process. അതൊരു സംവിധാനമാണെങ്കിൽ ഒരു മെത്തേഡ് ആണെങ്കിൽ പെർഫോമൻസ് മാനേജ്മെന്റ് ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റീസിലൂടെ പോകുന്ന ഒരു പ്രോസസ് ആണ്. Then sixth one, performance appraisal is carried on eventually. അതായത് വർഷത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആനുവലിയാണ് നമ്മളത് നടത്തുന്നത്. ബട്ട് പെർഫോമൻസ് മാനേജ്മെന്റ് ഒരു കണ്ടിന്യൂസ് തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. Then seventh point, performance appraisal is inflexible. എന്താണ്? നമ്മൾ റിജിഡ് ആണെന്ന് പറഞ്ഞു അല്ലെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, കുറച്ച് ഫ്ലെക്സിബിൾ അല്ല, ഒരിക്കലും ഫ്ലെക്സിബിൾ അല്ല, വഴക്കമില്ലാത്തവയാണ്. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് എങ്ങനെയാ? ഫ്ലെക്സിബിൾ ആണ്, അല്ലെങ്കിൽ മൃദുവായിട്ടുള്ളതാണ്, സപ്പിൾ ആണെന്ന് പറഞ്ഞു അല്ലെ, മൃദുവായിട്ടുള്ളതാണ്. ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ മെയ്ഡ് റിട്രോസ്പെക്റ്റീവ്ലി. എന്തെങ്കിലും വ്യത്യാസങ്ങളോ മാറ്റങ്ങളോ വേണമെങ്കിൽ അത് റിട്രോസ്പെക്റ്റീവ് ആണ്. ഇത് മുൻകാലങ്ങളിലെ അല്ലെങ്കിൽ ലുക്കിംഗ് ബാക്ക് ആണ്. മുൻകാലങ്ങളിലെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശകലനം ചെയ്ത് മുൻപുണ്ടായിരുന്ന പാസ്റ്റിലുണ്ടായിരുന്ന സിറ്റുവേഷൻസ്, ഇവന്റ്സ് ഒക്കെ നമ്മൾ വിശകലനം ചെയ്താണ് അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്താൻ പറ്റുക. ഇൻ കോൺട്രാസ്റ്റ് പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് ഫോർവേഡ് ലുക്കിംഗ്. അതേസമയം പെർഫോമൻസ് മാനേജ്മെന്റ് ഇല്ല, അവർക്ക് മുൻപിലേക്കുള്ള കാര്യങ്ങൾ മാത്രമാണ് അവര് വിശകലനം ചെയ്യുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി. വേഗം ഒന്ന് വായിച്ചിട്ട് റിപ്ലൈ ചെയ്യാം, എന്നിട്ട് മിസ് ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. ക്ലിയർ ആണോ? അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നോക്കാട്ടാ. പെർഫോമൻസ് അപ്രൈസൽ, പെർഫോമൻസ് മാനേജ്മെന്റ് തമ്മിലുള്ള ഡെഫിനിഷൻസ് നോക്കാം. അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചല്ലോ. പെർഫോമൻസ് അപ്രൈസൽ നിങ്ങൾ അതിന്റെ മീനിങ് മനസ്സിലാക്കിയതിന് നിങ്ങൾക്ക് അത് ഡിഫറൻസ് മനസ്സിലാവും. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു വർഷത്തേക്കുള്ള അവരുടെ ആനുവൽ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു, ഭാവിയിലേക്ക് അവരുടെ ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനുള്ള കാലിബർ അവർക്കുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതാണ് പെർഫോമൻസ് അപ്രൈസൽ. അതൊരു സിസ്റ്റമാറ്റിക് ഒരു സിസ്റ്റമാണ്, ഇതൊരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഇത് വളരെ റിജിഡ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓപ്പറേഷണൽ ടൂൾസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ആ ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അത് ചോദിക്കാറുണ്ട് കേട്ടോ, ആരാണ് നടത്തുന്നത്? പെർഫോമൻസ് അപ്രൈസൽ ആണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാറിപ്പോകരുതേ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പെർഫോമൻസ് മാനേജ്മെന്റ് ആരാ കണ്ടക്ട് ചെയ്യുന്നത്? മാനേജേഴ്സ് ആണ് കേട്ടോ. അത് രണ്ടിൽ മാറിപ്പോകരുത്, ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരെണ്ണം ചോദിക്കാവുന്നതാണ് ആനുവലി ആണ്. പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ വർഷത്തിൽ ഒരിക്കൽ ആനുവലി ആണ് നടത്തുന്നതെങ്കിൽ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി നമ്മൾ നടത്തുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇതൊരു ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ച് ആണ്, വ്യക്തിഗതമായിട്ടുള്ളൊരു അപ്രോച്ച് അല്ലെങ്കിൽ സമീപനമാണ് പെർഫോമൻസ് അപ്രൈസൽ. മറ്റേതാവുമ്പോഴോ ഹോളിസ്റ്റിക് ആണ്, മൊത്തത്തിലുള്ള ഹോളായിട്ട് മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, സമീപനം നടത്തുന്നത്. ആൻഡ് ഫോക്കസ്ഡ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ടുകളിലും
മറ്റേതിലാകുമ്പോൾ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റിലുള്ളത്. ഇത് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങൾ. മറ്റേതാകുമ്പോഴോ ക്വാളിറ്റേറ്റീവ് ആണ്. അവരുടെ കമ്മ്യൂണിക്കേഷൻ ലെവൽ എത്രത്തോളം ഉണ്ടായിരുന്നു, ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു, ലീഡർഷിപ്പ് എബിലിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ കറക്ഷൻസ് നമ്മൾ റിട്രോസ്പെക്റ്റീവ് ആണ്. എങ്ങനെയാണ് ലുക്കിംഗ് ബാക്ക് അല്ലെ, മുമ്പ് ഉള്ള പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഇവന്റ്സും സിറ്റുവേഷൻസും അനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ കറക്ഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള ഫ്യൂച്ചറിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ് ഫസ്റ്റ് വൺ പറഞ്ഞത്, എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് പെർഫോമൻസ് മാനേജ്മെന്റ് എന്താണ്, അതാണ് ഡെഫിനിഷൻ തന്നെ എഴുതിയിരിക്കുന്നു. അതുപോലെ ഇത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യുന്നത്. മാനേജേഴ്സ് ആണ് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്. ഇനി പെർഫോമൻസ് അപ്രൈസൽ ആണെങ്കിൽ അവിടെ എംപ്ലോയീസിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ ടൂൾ ആയിട്ട് പ്രവർത്തിക്കുന്നു. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് ആണെങ്കിൽ അത് സ്ട്രാറ്റജിക് ടൂൾ ആണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ പെർഫോമൻസ് അപ്രൈസൽ ആണെങ്കിൽ ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ച് ആണ്. മറ്റേതാവുമ്പോൾ എന്താണ് ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ്. ദെൻ ഇതൊരു സിസ്റ്റം ആണെങ്കിൽ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആയിരിക്കും. ദെൻ പെർഫോമൻസ് അപ്രൈസല് നമുക്ക് ആനുവലി ക്യാരി ചെയ്യുന്നു. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതുപോലെ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഇൻഫ്ലെക്സിബിൾ ആണ്. കാരണം അവിടെ വഴക്കമുള്ളതല്ല, അല്ലെങ്കിൽ റിജിഡ് ആണ്, കർക്കശമായിട്ടുള്ള കാര്യമാണ്. അവിടെ യാതൊരു രീതിയിലെ കോംപ്രമൈസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പെർഫോമൻസ് മാനേജ്മെന്റ് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ്. അവിടുത്തെ കുറച്ചുകൂടി അവിടുത്തെ മാനേജ്മെന്റിനാണെങ്കിലും എംപ്ലോയീസിനാണെങ്കിലും കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് അവിടെ പെർഫോം ചെയ്യാനോ അത് ഇവാലുവേഷൻ നടത്താനും പറ്റുന്നുണ്ട്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് റിട്രോസ്പെക്റ്റീവിറ്റി, ലുക്കിംഗ് ബാക്ക് ആണ്. നമ്മൾ മുമ്പുള്ള കാര്യങ്ങളിലെ ഇവന്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇൻ കോൺട്രാസ്റ്റ് പെർഫോമൻസ് മാനേജ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആയതുകൊണ്ട് ഫോർവേഡ് ലുക്കിംഗ് ആയിരിക്കും. നമ്മൾ മുന്നിലേക്കുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ ഫോക്കസ് ചെയ്യുക. ക്ലിയർ ആണോ? ഇത് ചോദ്യം വരാനുള്ള ഭാഗമാണ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് ഇവിടെ വെച്ച് നിർത്താം കേട്ടോ. ഓക്കെ, താങ്ക് യു.